കൊച്ചിയിൽ 3 ഒരേ സമയം പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് നിസാൻ വാഹനം, പട്രോൾ വാഹനം. അത് ദുൽഖർ സൽമാന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച വാഹനമാണ്. കൂടാതെ പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ. ഈ 2 വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കുമെന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കസ്റ്റംസിന്റെ വിശദമായ പരിശോധനകൾ, രേഖകൾ ഉൾപ്പെടെ കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. ആരിൽ നിന്നാണ് ഇവർക്ക് ഈ വാഹനം ലഭിച്ചത്, എങ്ങനെയാണ് ഇതിന്റെ ഇടനിലക്കാർ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. രാജ്യത്ത് വിവിധ ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ, പട്ടാളം ലേലത്തിൽ വിൽക്കുന്ന വാഹനങ്ങൾ എത്തിച്ച് വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന കണ്ടെത്തൽ DRI നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റംസിന് വിവരം ലഭിക്കുകയും കസ്റ്റംസ് പരിശോധന നടത്തുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ തന്നെ 3 ഇടങ്ങളിൽ, മറ്റൊരു ലിസി ആശുപത്രിക്ക് സമീപമുള്ള ഒരു ഇടത്തുകൂടി മറ്റൊരു നടനാണ്, അവിടെ കൂടി പരിശോധന നടക്കുന്നുണ്ട് എന്ന വിവരം. ഇപ്പോൾ നമ്മൾ തേവരയിലേക്ക് പോകുന്നു. തേവരയിലുള്ളത് പൃഥ്വിരാജിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് നിതിൻ അംബുജനാണ്. നിതിൻ, അവിടെ കസ്റ്റംസിന്റെ പരിശോധന തുടരുകയാണോ? നിലവിൽ പൃഥ്വിരാജ് അവിടെ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, കസ്റ്റംസിന്റെ പരിശോധന ഇവിടെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പൃഥ്വിരാജ് ഇവിടെ ഇല്ല. തേവരയിലെ പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലായിരുന്നു കസ്റ്റംസ് സംഘം എത്തിയത്. പൃഥ്വിരാജിന്റെ വീട്ടിലെത്തിയെങ്കിലും പക്ഷേ പൃഥ്വിരാജ് ഇല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാഹനവും ഇവിടെ ഇല്ല. എന്തായാലും കസ്റ്റംസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും വലിയ ശൃംഖല ഇതുമായി ബന്ധപ്പെട്ട്, ഈ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കസ്റ്റംസിന്റെ ഭാഗത്തും ഇന്ന് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഏതാണ്ട് 5 ജില്ലകളിലായി 30 കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന നടക്കുന്നത്. ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലെത്തിച്ച് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് പിന്നീട് കേരളത്തിലേക്ക് എത്തിച്ച് ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ശൃംഖല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് വലിയ ബിസിനസ്സുകാർ, അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഇങ്ങനെ വാഹനങ്ങൾ ഇതിന്റെ ഗുണഭോക്താക്കളാണെന്ന വിവരം കസ്റ്റംസ് ലഭിച്ചത്. അങ്ങനെ ഒരു കൃത്യമായ പട്ടിക തയ്യാറാക്കി, ഒരു കൃത്യമായ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന ഭാഗമായി തന്നെയാണ് ഇന്ന് കൊച്ചിയിലെ വിവിധ ആണല്ലോ പൃഥ്വിരാജ് ഉപയോഗിച്ചിരുന്ന ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചതെന്ന് പറയുന്ന ആ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, അത്തരം വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാവുന്നതേ ഉള്ളൂ. എന്തായാലും തേവരയിലെ വീട്ടിൽ ഇപ്പോൾ വാഹനമില്ല എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജും ഇവിടെ ഇല്ല എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും കസ്റ്റംസ് സംഘം ഇവിടെ എത്തി, പൃഥ്വിരാജ് ഇവിടെ ഇല്ലാത്തതിനെ തുടർന്ന് ഇവിടെ നിന്ന് മടങ്ങി എന്ന വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. അതോടൊപ്പം തന്നെ തേവര കൂടാതെ പൃഥ്വിരാജിന് മറ്റിടങ്ങളിൽ, പ്രത്യേകിച്ച് തോപ്പുപടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലടക്കം ഫ്ളാറ്റ് ഉണ്ട്. പക്ഷേ ആ ഇടത്ത് പരിശോധനയില്ല. തേവരയിൽ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ വാഹനങ്ങളെല്ലാം തന്നെ കസ്റ്റംസ് സംഘം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ തേവരയിൽ ഈ ഫ്ളാറ്റിൽ അത്തരത്തിൽ പൃഥ്വിരാജ് ഇല്ല എന്ന് വിവരം ലഭിച്ചതിന്റെ അടുത്ത് അവർ മടങ്ങി. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയ ശൃംഖല ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആഡംബര വാഹനങ്ങളുടെ ഗുണഭോക്താക്കൾ ആരാണ് തുടങ്ങിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ പട്ടിക തയ്യാറാക്കി തന്നെയാണ് ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് സംഘം ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. കൊച്ചിയിലെ ഈ സ്ഥലത്ത് മാത്രമല്ല, മറ്റ് പലയിടങ്ങളിൽ, പ്രത്യേകിച്ചും മറ്റ് താരങ്ങളുടെ വീട്ടിലടക്കം ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. അതിൽ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം, കൊച്ചി ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് 30 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഈ കസ്റ്റംസ് സംഘത്തിന്റെ വാഹനം തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അന്വേഷിച്ചപ്പോൾ അവർ പോയി എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കസ്റ്റംസിന്റെ ഈ ഭാഗത്തും ഇത്തരത്തിൽ, അതായത് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ മാതൃകയിൽ അങ്ങനെ മറ്റ് പലയിടങ്ങളിലും ഈ ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലെത്തിച്ച് അവിടെ നിന്ന് പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നാണ് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകിയത്. അവിടെ കസ്റ്റംസ് സംഘം പരിശോധന അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം വസതിയിലില്ല. ഒപ്പം തന്നെ ദുൽഖർ സൽമാന്റെ വസതിയിലും പരിശോധന നടക്കുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്ന് വലിയ വാഹനക്കടത്താണ് നടക്കുന്നത് ഇന്ത്യയിലേക്ക് എന്നതാണ്. രാജ്യത്ത് വിവിധ ഇടങ്ങളിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നുണ്ട്. ആരാണതിന് പിന്നിൽ എന്നുള്ളതിലേക്കാണ് വിശദമായി ഇനി അന്വേഷണം എത്തേണ്ടത്. കേരളത്തിലേക്കും ഒട്ടേറെ വാഹനങ്ങൾ, ഏതാണ്ട് 50ഓളം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. രാജ്യത്താകമാനം 150 വാഹനങ്ങൾ ഈ തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ തട്ടിപ്പ്, വാഹനക്കടത്ത് നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന, അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കസ്റ്റംസ് ആണ് വിവിധ ഇടങ്ങളിൽ കേരളത്തിൽ സംയുക്തമായി ഈ ഒരേ സമയത്ത് പരിശോധന നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.